லிஸ்ட் தான் ஷூட்டிங் லிஸ்ட் ஷூட்டிங் லிஸ்ட் காஸ்டியூம் தான் here I have 6 mail you can 6 mail card plus அடுத்தது 9th mail sir right out പൈൻ ഫോറസ്റ്റിലാന്നാണ് പറയപ്പെടുന്നത്, പക്ഷെ പൈൻമരങ്ങൾ കാണാനല്ല. ഊട്ടിയിൽ വന്നാല് നമ്മൾ മസ്റ്റ് വിസിറ്റ് ചെയ്യുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്ലേസ് ആണ്. ഒരു ടിക്കറ്റിന് 40 രൂപ വരുന്നുള്ളൂ, 2 പേർക്ക് 80 രൂപ. ഫെമിലിയർ അല്ല അല്ലേ? അതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. അതെ, അത്യാവശ്യം എന്താ എവിടെ ഓ കുതിരക്ക് എത്ര വെച്ചോ? കുതിര എത്ര ചോദിക്കി? രണ്ടാളൊന്നും ഒരാൾക്ക് 400 റൗണ്ട് ഉണ്ട്, ഒരാൾക്ക് 800 റൗണ്ട് ഉണ്ട്, ഒരാൾക്ക് 1002 റൗണ്ട് ഉണ്ട്. 1002 ഫുൾ റൗണ്ട് എടുത്താൽ നിങ്ങൾക്ക് 800 ആകും, ഹാഫ് റൈഡ് എടുത്താൽ 400 ആകും, ഡബിൾ റൈഡ് എടുത്താൽ നിങ്ങൾക്ക് 1002 ആകും. ഡബിളിന് തന്നെ വേണം, തന്നെ കയറിക്കാൻ ഫോട്ടോ വീഡിയോ എല്ലാം ഞങ്ങൾ എടുത്തു. നല്ല പ്ലേസ് കാണിച്ചിട്ട് വരും. ഉള്ള മോഹൻലാൽ, ചൈന ടൗൺ, കിലക്കം, പയ്യ സിനിമ എല്ലാം കാണിച്ചിട്ട് വരുന്നു. ഫുൾ റൗണ്ട് ആണ് എടുക്കുന്നത്. ട്രൈബൽ വില്ലേജ് ഉണ്ട്, കാലനി വ്യൂ, മൗണ്ടൻ വ്യൂ, ഷൂട്ടിംഗ് സ്ഥലമാണ്. ഡബിൾ റൗണ്ട് എടുക്കുന്ന ടോട്ടൽ ആദിവാസി വില്ലേജ് വ്യൂ, മൗണ്ടൻ വ്യൂ എല്ലാം വരുന്നുണ്ട്. ഫുള്ള് ആദിവാസി വില്ലേജ് ആദിവാസി വില്ലേജ് വ്യൂ എല്ലാം വരുന്നുണ്ട്. മൗണ്ടൻ വ്യൂ, ആദിവാസി വില്ലേജ് ഫുൾ ഫോറസ്റ്റ് റൈഡ് അല്ലേ. 1000 ഫുള്ളല്ലേ, അത് 1200 ഒരാൾക്ക്. ഫുൾ റൗണ്ട് തന്നെ എടുത്താൽ ജയിക്കുന്നത്. ആ പോയിന്റ് പോകുന്നത് പ്ലേസ് നമുക്ക് ആളെല്ലാം പോയിട്ടില്ല. നിങ്ങൾ മുമ്പിൽ തന്നെ പോയി, നിങ്ങൾ മുമ്പിൽ തന്നെ പോയിട്ട് ഫോട്ടോ ഉണ്ടോ? ഫോട്ടോ വീഡിയോ ഫോട്ടോ എടുത്ത് തരും. അല്ല ഇപ്പൊ കാണാണ്ടോ അവിടെ? ഇപ്പൊ നിങ്ങൾ റൈഡ് പോണാ എടുத்துக்கலாம். ஃபுல்லா കാണാം. போட்டோ எடுத்தது காட்டேஜ் ஆயிட்டா, ரூம் எல்லாம் காமிக்கிறதுக்கு நேச்சுரல் பிளேஸ் ஆயிட்டா எல்லாமே. காட்டேஜ் இருந்தா ஹோட்டல் வியூ, ஹோட்டல் ரூமு, கீசரு, பாத்ரூம், இடத்துல கிச்சன் எல்லாம் காட்டலாம் இல்லையாடா. நேச்சுரல் வியூ, இது ஃபாரஸ்ட், நல்லா இருக்கும் பிளேஸ். நீங்கள் போட்டோ மொபைல் கொடுத்தா போட்டோ வீடியோ எல்லாம் நாங்களே எடுத்துறோம். ஒரு குதிரைக்கு ஒரு ஆள் ஒப்ப வருமா, ஒரு குதிரை 2 ஆள்னா 2 ஆள் கேரிக்குமா, நல்லா இருக்கும். ഡിസ്കൗണ്ട് ഇല്ല. ഡിസ്കൗണ്ട് എങ്ങനെയാ? ഹലോ ഹലോ, ഇത്ര കാലം ഊട്ടി വന്നിട്ട് എന്തിട്ടില്ല, ഇവിടെ കേറിയിട്ടില്ല. എനിക്ക് തോന്നുന്നു അധികം അറിയില്ല ആർക്കും. പക്ഷെ ഇപ്പൊ കുറച്ച് ഫെമിലിയർ ആയിക്കണ്, തിരക്കുണ്ട്. അതായത് മൊട്ടക്കുന്നിന്ന് കഴിഞ്ഞ് വരുന്ന വഴി തന്നെ അതുള്ളത്. ബട്ട് ഇവിടെ റഷ് കുറവാ. മൊട്ടക്കുന്ന് നല്ല തിരക്കാ. ഇവിടെ കുറച്ചെങ്കിലും നമുക്ക് പ്രൈവസി കിട്ടും തോന്നുന്നു. മൊട്ടക്കുന്ന് നല്ല തിരക്കാണ്, നല്ല തിരക്കാ. കാണിക്കാനാണെന്നാണ് പറഞ്ഞത്. സുഖേസമ്മ ഇപ്പൊ ഉള്ളത് ഊട്ടി. അത് കൊറേ നേരമായി പറയണു, ഊട്ടിയിലാണുള്ളത്. ബാക്കി പറയാൻ ഊട്ടിയിലെവിടെ? ഞങ്ങളെ ഫോളോവേഴ്സ് ആണ്, ഹായ് തരുന്നുണ്ട്. ഊട്ടിയില് മൊട്ടക്കുന്ന് കഴിഞ്ഞിട്ടുള്ളത്. അതെ, നമ്മളെ ഷൂട്ടിംഗ് സ്പോട്ട് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ലെഫ്റ്റ് സൈഡത്തെ സ്ഥലങ്ങളാണ്. നമ്മൾ ഫാൻസൊക്കെ നമ്മളുടെ ഹായ് തന്നിട്ട് പോകുന്നുണ്ട്. യൂട്യൂബേഴ്സ് ആണെന്നൊക്കെ പറയുന്നത്. ഞാൻ ഇത്രയും കാലം ഊട്ടി വന്നിട്ട് ഇവിടെ കേറിയിട്ടില്ല. മൊട്ടക്കുന്ന് നോക്കി ഭയങ്കര റഷാ. മാത്രല്ല ഒരു സുഖല്ല, എല്ലാം ഇവിടെ ഒന്നുകൂടി കാമാണ്. എന്താ പറയാ, കുറച്ചുകൂടി ആൾക്കാർ കുറവാണ്. ബാറ്ററി നോക്കി മനസ്സിലാവും. കുറവായിട്ട് നീ പറയുമ്പോ നിറച്ച് നടക്കുന്നു. ബ്ലൂടൂത്ത് എവിടക്കാ നിങ്ങൾക്ക് അറിയാം? എന്നോട് വെറുതെ പറയാം. തപ്പിക്കോന്നല്ലേ? ബ്ലൂടൂത്ത് എവിടെ?
എവിടെയെങ്കിലും കണ്ടിട്ട് ബ്ലൂടൂത്ത് കൊടുത്ത് കളഞ്ഞിട്ട് ഇതിന്റെ ഈ ട്രൈപോഡിന്റെ. ഹൗ ടു യുവർ എക്സ്പീരിയൻസ് ചോദിച്ചോ. ഹൗ ഇസ് യുവർ എക്സ്പീരിയൻസ്? വെരി ബാഡ് എക്സ്പീരിയൻസ് എന്ന് പറയും. എന്തിനാ പനി വെക്കണേ? Guys, how your experience? It's good. ഇറ്റ്സ് ഗുഡ്. ഗുഡാന്നൊക്കെ പറഞ്ഞേ. ചിൻചിനോട് ചോദിച്ചേ ഇതിപ്പോ എന്താ ലിപ്സ്റ്റിക് ഇടാത്ത സംഭവം എന്ന് വെച്ചാല് അറിനോട് ലിപ്സ്റ്റിക് ഇടാക്കണേ ഞാൻ ചോദിച്ചാൽ ആണ് ചെറുതായിട്ട്. രാവിലെ വരുമ്പോ രാവിലെ എനിക്ക് ലിപ്സ്റ്റിക് ഉള്ള താല്പര്യമില്ല. അതായത് ഒന്ന് കുറച്ച് കഴിഞ്ഞിട്ട് കുഴപ്പമില്ല എന്ന് വെച്ച് ഞാൻ ലിപ്സ്റ്റിക് ഇടാക്കൂല. അപ്പൊ തന്നെ അടുത്ത വ്ളോഗിലോ അല്ലെങ്കിൽ അടുത്ത കമന്റിലോ വരും എന്ത് നിങ്ങളുടെ ഈ മറ്റേ ലിപ്സ്റ്റിക് ഇട്ടീനല്ലോ അതിന് മുമ്പത്തെ ലിപ്സ്റ്റിക് ഇട്ടിനല്ലോ എന്നൊക്കെ. അപ്പൊ ആ കമന്റ് ഇവിടെ നിരോധിച്ചിരിക്കുന്നു. നിങ്ങൾ ആര് കാത്തു നിക്കണേ ഒന്ന് പറഞ്ഞുതരുമോ? ഹോയ്സ് റൈഡോ? ഞാൻ വിചാരിച്ചേ ആരാണ് മുമ്പർക്ക് എന്താ ഹോയ്സ് റൈഡിന് പോകാൻ നല്ല കമ്പുണ്ട്. ബട്ട് ഞാൻ അല്ലാത്തോണ്ട് വരൂല. അല്ല ഫോണില്ല. ഞാൻ ഇപ്പൊ കൊറേ പറഞ്ഞു പോയിക്കോളൂ. തണുപ്പുണ്ട്. ഫ്രണ്ട് ക്യാമറ കാണിച്ചോ. വെയിറ്റ്. എവിടെ? നമ്മൾ ചെമ്മരിയാടിന്റെ തോട്ടം കാണാനായിട്ടാണ് അടുത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ചെമ്മരിയാട് തോട്ടം? കൊറേ ചെമ്മരിയാടുള്ള സ്ഥലം. ചെമ്മരിയാട് ഫാം. ഫാമില് ചെമ്മരിയാടിലെ ഇതെന്തൊക്കെ ക്യാരറ്റ് പറയണ തോട്ടം അല്ല. ചെമ്മരിയാടിനെ എന്താണ് കഴിക്കാൻ വേണ്ടി വിടുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കൂ ചെമ്മരിയാട്. നിങ്ങൾക്ക് ഇതിൽ കാണുന്നുണ്ടോന്ന് എനിക്കറിയില്ല. ഇവിടെ കൊറേ ഉണ്ട്. ഞാൻ സൂം ആക്കിട്ടുണ്ടോ ഇത് ഫുൾ ചെമ്മരിയാടാണ്. ഫാം അവിടെ അടിയിലുള്ളൂ. ഷോപ്പ് ഈസ് ദേർ. ചെമ്മരിയാട് കമ്മിയോ? അതിപ്പോ എത്ര ഉണ്ടാവുക? 100 ഉണ്ടോ? ഇല്ല. ഉണ്ടോ? വീണപ്പോൾ ഒരാളുടെ വീണ് അവിടെ നിന്ന് ഓർമ്മ. ചെമ്മരിയാടിനെ കാണാൻ പോണ തിടുക്കത്തിൽ വീണുപോയി. എല്ലാരും പോകുന്നുണ്ട്. എന്തോന്നാവുന്നെന്ന് നമുക്ക് കണ്ടറിയാം. ഓക്കെ ഗൈസ്, യു ആർ ഫ്രോം മലപ്പുറം. ആലിഞ്ചോടോ? ഏതാ ആലിഞ്ചോടാ? അല്ല ഇജ ആലിഞ്ചോട് പറയാൻ നിന്നു, അതുകൊണ്ട് പറഞ്ഞതാ. നമ്മക്ക് ആലിഞ്ചോട്. മലപ്പുറം മഞ്ചേരി. ഓൺലി വാട്ട് ഈസ് യുവർ നെയിം എന്നൊക്കെ ചോദിച്ചാൽ അറിയുള്ളൂ. നേരത്തെ വെള്ളം പുല്ല് മഞ്ഞ് വീണ് കണ്ട് പുല്ലില്ലേ. ഇതാണ് നമ്മുടെ ബീട്രൂട്ടിന്റെ കൃഷി. ഓക്കെ, ഇതില് മറ്റേ പ്രാണികളെ പിടിക്കാൻ വേണ്ടിട്ടുള്ള കെണിയാണിത്. മഞ്ഞക്കെണി എന്ന് പറയും. തള്ളല്ല, അല്ല അങ്ങനെ ഉള്ളതാണ്. ഞാൻ പറയുമ്പോണ്ടല്ലോ, നമുക്ക് പെട്ടെന്ന് പോയാല് ആടിനെ കാണാം. ഇല്ലെങ്കിൽ ഇതിന്റെ ഉടമക്കാര് എന്തായാലും നമ്മളെ ആട്ടോ. 8 മൈലോ? ഫോട്ടോ തരും. ഫോട്ടോഗ്രാഫറാണ്. ചാർജ് വേണ്ട. നിങ്ങളെല്ലാവരും നമ്മളെ ഫോളോ ചെയ്തോളിന്നാ അല്ലേ? സബ്സ്ക്രൈബ് ചെയ്യോ, ലൈക്ക് അമർത്ത.
അവർ സാല ഫോട്ടോഗ്രാഫറാ ഇല്ലല്ല പ്രൊഫഷണൽ യൂട്യൂബ് ചാനൽ ആ ഫോളോ ചെയ്ത് എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാം. ഫുഡ് ഇവിടെ നിന്ന് മന്തിട്ടോ കറണ്ട് ഉണ്ടോന്നല്ലേ കത്തറുണ്ട്. ചെമ്മരയുടെ എവിടെക്കാ മലന്റെ അപ്പുറത്താണ്. നമ്മളവിടുന്ന് എത്തിയപ്പോ തന്നെ ചെമ്മരയുടെ എത്തേണ്ട അടുത്ത് എത്തി ഗൈസ്. നമ്മൾ അവിടുന്ന് വന്നപ്പോ തന്നെ ചെമ്മരയുടെ എത്തേണ്ട അടുത്ത്. അവിടെ ഇവിടെ ഒരു ഫാം ഉണ്ട്, നിങ്ങൾ കാണുന്നുണ്ടെന്ന് അറിയില്ല, ഞാൻ സൂം ചെയ്ത്. പക്ഷെ ഇവിടെ വ്യൂ അടിപൊളിയാ. ആ മെയിൻ റോഡിലേക്ക് ചാടണം എന്ന് അവർ പറഞ്ഞേക്കാ. ഈ പോലീസ് മാമ്മമാർ നമ്മളെ സഹായിക്കുന്നു. അതെ, ഞങ്ങൾ വഴിതെറ്റി നടക്കുകയായിരുന്നു. നമുക്ക് വഴി കിട്ടിയില്ല. നമുക്ക് നല്ല കൊറേ കേരള വണ്ടിയുടെ കണ്ടു, ആർക്കും വഴി കിട്ടി. എല്ലാരും ഈ റൂട്ടെല്ലാം പറയപ്പെടുന്നത്. ഞമ്മക്ക് വേക്കോ അതോ ഓർക്ക് വേക്കോ അതോ ഇവർക്ക് വേക്കോ എന്ന് നമുക്കൊരു ഐഡിയ ഇല്ല. ലാസ്റ്റ് അപ്പൊ കൊണ്ടുവന്ന് പറഞ്ഞിട്ട് അപ്പൊ മറ്റേ അതിനൊക്കെ പോയി കണ്ടില്ല. പക്ഷെ മറ്റേ കുട്ടികളെ നമ്മളെങ്കിലും കുട്ടികളല്ല ആ ശരിക്കും ഇതിൽ കൂടെ പോകുമ്പോഴട്ടോ രസം. കാരണം എന്തോ വ്യൂ അറിയോ, അത് അടിയിലോട്ട്. ഇത്ര കാലം വന്നിട്ട് ഈ സ്ഥലം ഞാൻ വന്നിട്ടുണ്ട്. കൊണ്ടായ കുട്ടി നോക്കിയപ്പോ കുട്ടി ഗൈസ് അങ്ങനെ ഫൈനലി we are go to the place. പൂരി വെക്കേ ആ ടാങ്കിന്റെ ഉള്ളിൽ പൂട്ടിക്കളി. തണുക്കണക്കാ പുതിയ ലോക്ക് സിസ്റ്റം നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് കാണിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഏതെങ്കിലും സ്ഥലങ്ങളിൽ ഹെൽമെറ്റ് ഒക്കെ വെച്ച് പോകേണ്ട അവസ്ഥ വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്കാണ്. അപ്പോൾ ഇങ്ങനെ ആദ്യം നമ്മൾ തുറയണില്ലല്ലോ, ആദ്യം ഇങ്ങനത്തെ നമ്മളെ ടാങ്ക് ടോപ്പ് തുറക്കുക. എന്നിട്ട് ഇതിൻ്റെ ഈ വള്ളി ഇവിടെ വെക്കുക. ദെൻ കൊണ്ട സബ്സ്ക്രൈബേഴ്സിന് നേരല്ല. ദെൻ ഇപ്പുറത്തെ വള്ളി ഇവിടെയും വെക്കുക. ആകെ മൊത്തം വള്ളിയാണ്. ഇങ്ങനെ നല്ലേനോയി രണ്ടാൾക്കാർ ആവശ്യമൊന്നുമില്ല, പക്ഷെ ഉണ്ടായിക്കോട്ടെ. ഇങ്ങനെ രണ്ടും വെച്ചിട്ട് ഇത് ഇങ്ങനെ വെച്ച് അമർത്തി ലോക്കാക്കിയാൽ ടൈറ്റ്. എവിടേക്കും പോരാ. ഇതാണ് ലോക്ക്. അപ്പൊ ഹെൽമെറ്റ് സേഫാണ്. ഇനിയൊരു വലിയൊരു കവറോ വാങ്ങിക്കാണ്ട് ഇട്ടാലും മയം കൊള്ളില്ല. അപ്പൊ ഇതുപോലത്തെ ക്രിയേറ്റീവ് ഐഡിയാസിന് വേണ്ടി ഇപ്പോൾ തന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് ഇറങ്ങാം. ഞാൻ ട്രെയിൻ വരാമോ? അപ്പൊക്കെ സുബേഷ് കരിച്ച് വന്നിട്ടുണ്ടാവും. ട്രെയിനിലെത്തും. അപ്പൊ വേഗം അവിടെ വെച്ചേക്ക്. വേണ്ട എന്നാത്തിനാ വേഗം വെക്കുന്നുണ്ട്. അള്ളാഹ്ക്കറിത് വരുമ്പോ കിട്ടുമോ? മറ്റേ കപ്പിൾസിന് കിട്ടാൻ
ഓലിക്ക് അവിടെ വ്യൂ കണ്ടാണ്ട് പിന്നെ ആക്കം പോലെ വരുമായിരിക്കും. നമ്മള് കുറച്ചു നോക്കിന്നില്ലേ, ഡ്രൈവർ ഉണ്ട്. ജാതില്ലേ പടുക്ക പടുത്തത് അതുപോലെ ഉണ്ടാവില്ല. എന്താ തണുപ്പ്? ഉച്ചക്ക് 2 മണി, കൃത്യം ഉച്ചക്ക് 2 മണി. 2 മണി നിർത്തോ? 3:30. ആ സോറി 3:30. നേരത്തെ 2 മണി. കവിയെ സ്ലിപ്പ് ഔട്ടോ, സ്ലിപ്പ് ആവേ. ഇത് ഇങ്ങനെ വേറെ എങ്ങനെ നമുക്കേ റീൽസ് ഇടാൻ വേറെ വീഡിയോ സെപ്പറേറ്റ് ഉണ്ടാക്കാം. ഓക്കെ, എന്നോട് ഫ്രെയിമിക്ക് വരില്ലേ പറഞ്ഞു. നിങ്ങൾ വീഡിയോ കണ്ട അർച്ചിതല്ല. അത് വേറെ, അത് കറക്റ്റ് ഇങ്ങനെ ഏക്കാ ബ്രിക്ക് കൊണ്ട് പടുത്ത പോലെ ഇങ്ങനെ. അടുത്ത വായിച്ചമ്മ. ഇതാണ് മനോഹരമായ ഗുഹയിലൂടെ നമുക്ക് ഉള്ളില് പരുന്തല്ല, പ്രാവ. ഞാൻ ഫസ്റ്റ് വവ്വാലാണ് കരുതി. അപ്പതാ നമ്മ ഇതിന്റെ പുറത്തെത്തി. എന്താ പറയാ, കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ കൊല്ലം കുറെ ഊട്ടിയൊക്കെ വരുന്നുണ്ട്, പക്ഷെ ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഫസ്റ്റ് ആണ്. നമ്മൾ തെരഞ്ഞ് കണ്ടുപിടിച്ചതാണ്. ഓക്കെ, അപ്പൊ എല്ലാരും വന്ന് കാണാം. അല്ല പ്രാവ്, മണപ്രാവ് കൊണ്ടു എല്ലാരും വന്ന് കാണാം. കറക്റ്റ് 4:50 ട്രെയിൻ ഉണ്ട്. ആ ട്രെയിൻ പോണതും കാണാം. അതിന്റെ വിഷ്വല് നമ്മള് ഇതിൽ ഏടാക്കാം, യൂട്യൂബ് ചാനൽ. കറക്റ്റ് ടൈം എത്ര? ഇപ്പൊ 4:53. 4:53 മഞ്ഞാണ് കഴിച്ചത്. 4:53 അവിടെ കഴിച്ചത്. 4:53 മഞ്ഞാണ്. കോട മൂടിക്കണം, കോട. ആ വീഡിയോ ഒന്നും പ്ലേ ആക്കിയില്ല. ഇല്ല, ആക്കിക്കണ. ഞാൻ നോക്കിയ 43 സെക്കൻഡോ. ആച്ചി കറിഞ്ഞടെ ഞാൻ കണ്ട സാധനം ഇതൊന്നും അല്ലക്കാ. ഞാൻ റീൽ നോക്കിയില്ലേ, അപ്പൊ ഒരു സാധനം എനിക്ക് ഫോൺ ഓപ്പൺ ചെയ്ത് പെട്ടെന്ന് ഉണ്ടല്ലോ. അതൊന്നും അല്ല, അല്ല ഒരു ആർച്ച്, വേറൊരു ടൈപ്പ് ഓഫ് ആർച്ച് പോലെ ഇന്ന്. കോട മുടിക്കണേ, കോട മുടിക്കണൊക്കെ കാണണമെങ്കിൽ എന്താ പറയാ, എൻജോയ് ചെയ്യാല്ലേ. എന്നാല് മാക്സിമം ആളുകൾ ഇവിടെ ദുരുപയോഗപ്പെടുത്താതെ നിൽക്കുക, അതേ പറയാനുള്ളൂ. നൈസിൽ വരിക, നൈസിൽ പോവുക. മറ്റേ ഇവിടുത്തെ എന്താണ് ചേച്ചി പറയുന്നുണ്ട്,
ഇപ്പോ ഈ കൊല്ലം മുതലാണ് ഇങ്ങോട്ട് ആള് വരാൻ തുടങ്ങിയത്. വേറെ ഗൂഗിളിൽ ഇട്ടിട്ട് ഫുൾ അലമ്പായിട്ട്. ഗൂഗിളിലോ യൂട്യൂബിലോ എന്തിലും ഇട്ടിട്ടെന്ന് പറഞ്ഞു. മറ്റേത് ഇപ്പൊ ട്രെയിനൊന്നും പോകാൻ കഴിയുള്ള ആൾക്കാർ വന്നിട്ട് എന്നൊക്കെ പറയുന്നു. ട്രെയിൻ സ്റ്റോപ്പ് ആക്കാണ്. അപ്പൊ കുറച്ച് ദിവസം കഴിഞ്ഞാല് ഇവിടേക്ക് കയറാല്ലതൊക്കെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ആവും. അപ്പൊ ശ്രദ്ധിക്കുക. നമുക്ക് പോവാ അങ്ങോട്ടും ഇങ്ങോട്ടോ അങ്ങോട്ട് റിട്ടേൺ. ഓ ആ ചെക്കന്മാരുന്ന ലോഡയിൽ നിന്നാണ് നടന്നിങ്ങോട്ട് വന്നത്. കാരണം ഓരോ വണ്ടി അടല്ലേ, പക്ഷെ നമ്മളെ വണ്ടി അപകടമാണ്. ஸ்பெண்டர் லவர் பார்த்தா நம்ம ஃப்ரெண்டு நம்ம ஃப்ரெண்டு ஸ்பெண்டர் லவர். எவ்வளோ பைசா அது மாட்டாச்சுன்னு ஏறி அவனே முடியல, அவனே தெரியல. അപ്പൊ നമ്മളിപ്പോ കേട്ടി ടണലുണ്ട് തിരിച്ചു പോകുട്ടോ. ഗൈസ് 5:20 5:20 5:20 ടൈം നോക്കിക്കോളി. ക്ലൈമറ്റ് നോക്കിക്കോളി. എന്താ പറ്റി? അത് പിടിച്ച് തിരിച്ചിട്ട് കാര്യമില്ല. എണ്ണ അല്ലെങ്കിൽ പിന്നെ അതൊക്കെ പിടിച്ച് തിരിച്ചിട്ട് എന്താ കാര്യം? வேற பிரச்சனை இருக்கு, ஒரு பிரச்சனை இருக்கு. ഹലോ എണ്ണ കഴിഞ്ഞു. അവളോട് തിരക്കിടില്ല. கடவுள் மாதிரி என் நண்பன் ഇങ്ങതാ വരപ്പുറ് എണ്ണയായിട്ട്. പിന്നെ എവിടെ പമ്പ്? ഇതിൽ കൂടെ തന്നെ പോണ്ട പമ്പക്ക്. നമ്മളത്തെ കാട്ടിരുന്നിട്ട് ഓനില്ലെങ്കിൽ അല്ലെങ്കിൽ ഇതേപോലെ ആരോട് ചോദിച്ചാണ് പോണ്ടി വരും. വണ്ടി സൈഡാക്കിട്ടുണ്ടാക്കും. ഇതേപോലെ ആരോടും ചോദിച്ചിട്ട് വണ്ടി സൈഡാക്കിട്ട് എന്തെങ്കിലും വരും പോണ്ടി വരും. ഓട്ടോയില് പോണ്ടി വരും. ഫ്യൂൽ ഓവർ ഗൈസ്. അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് 300 റുപ്യക്ക് അടിച്ചാണ്ട് ഊട്ടി മൊത്തം പറഞ്ഞതാണ്. 300 റുപ്യക്ക് അടിച്ചാ ഉണ്ടാകോ? 300 റുപ്യക്ക് മഞ്ചേരി മഞ്ചേരി ടു ഊട്ടി. അത് 300 റുപ്യക്ക്. അതാ ഹലോ മമ്മി ബുള്ളറ്റിമേ. എനിക്ക് ആ കയറ്റം കയറിയപ്പോ എന്തോ വണ്ടിക്കൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. എയറിലെ പോന്നേന് എന്റെ ഒരു വലിക്കം ഗൈസ്. അതിന്റെ ഫുൾ ഭാഗം കാണില്ല. ആകെ ഹാഫ് അല്ല 1/4 ഭാഗം കാണുന്നു. ബാക്കിയൊക്കെ മഞ്ഞ് മൂടി. നിങ്ങൾക്ക് വീഡിയോയില് കറക്റ്റ് കാണുന്നു. അടുത്ത് പറയണ്ടല്ലോ രക്ഷകൻ ഗൂഗിൾ പേ ബാക്കി ടൗണിൽ അടിച്ചൂടെ? വീണ്ടും രക്ഷകൻ പോണതാ ഗായ്സ്. എല്ലാരും ഓനെ സപ്പോർട്ട് ചെയ്യാ. ഓൻ സ്പെൻഡർ ക്ലബിന്റെ ആരോ ആണ്, മെയിൻ ആണ്. ഓന്റെ മറ്റേ സാധനം ഇവിടെ അടി കൊടുക്ക. എല്ലാരും കേറി ഇതാക്ക. രക്ഷകൻ മഞ്ചേരിയിൽ നിന്ന് ഞമ്മ എണ്ണ കഴിഞ്ഞപ്പോ ഊട്ടിയിലേക്ക് വന്ന രക്ഷകൻ സോനു. ഓന്റെ വെറൈറ്റി പേരാട്ടോ ഇൻസ്റ്റാഗ്രാമില്. സ്പെൻഡർ ലവർ. ഇങ്ങനെ ഫോട്ടോ അല്ലേ ഹൃദയം. ഇതിനുള്ള സ്പെൻഡർ ഉണ്ടോ? വൈകുന്നേരം 5:30 മണിക്കുള്ള ഊട്ടിയിലെ ക്ലൈമറ്റ് കണ്ടോളി. വേണമെങ്കിൽ മക്കളെ വന്നോളി. വെറുതെ അവിടെ ചൊറിയും കുത്തി നിക്കണ്ട. ഊട്ടിക്കൊക്കെ വന്ന് എക്സ്പ്ലോർ ചെയ്തോളൂ. എത്താ ഊട്ടിയിലെന്ന് ചോദിച്ചവരോട് ഇതാണ് ഊട്ടിയിലുള്ളത്. കണ്ടോളി. മഞ്ഞ് കോട എത്തൊക്കെ ഇതിന് പറയാ. അതൊക്കെ എന്താ വേണ്ടിയ എന്ത് ചോദിച്ചാ
ഒന്നും പറ നത്തിങ് ടു സേ വ്ളോഗേഴ്സ് നമ്മള് സബ്സ്ക്രൈബേഴ്സ് തമിഴ്നാട്ടിലെ മറ്റേ ആൻഡ് ഉണ്ട് അല്ലേ നമ്മളെ സ്വന്തം സബ്സ്ക്രൈബർ. അപ്പോ ഗൈസ് ആരും നാട്ടില് കുറ്റം പറിച്ച് നിക്കല്ലേ, ചൊറിയും കുത്തി നിക്കുകയാണെന്നുണ്ടെങ്കിൽ മേം പോര് ഊട്ടി എക്സ്പ്ലോർ ചെയ്യണം. മഞ്ഞുകൂടി കോട മൂടി മഞ്ഞിനെ പറ്റിയ ഒരു പാട്ട് പഠിക്കാം. അവളെ പറ്റില്ല ഗൈസ്. അപ്പോ നമ്മളെ പ്രേക്ഷകരായിട്ടല്ലേ നിങ്ങൾക്ക് ബാക്കി ഓക്കും അറിയില്ല എനിക്കും അറിയില്ല. നിങ്ങൾക്ക് അറിയാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു വീഡിയോ എടുത്തിട്ട് നമ്മളെ ചാനലിൽ നിങ്ങൾ ഇട്ടാൽ മതി. നമ്മുടെ ചാനലല്ലല്ലോ, നമ്മൾ താഴെ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ ഇടുക. അപ്പൊ നല്ല മഞ്ഞിനെ പറ്റി നല്ല പാട്ട് പാടുന്ന ആൾക്കാർക്ക് നമ്മളെ വക എന്തുണ്ട് നമ്മളെ വക എന്തുണ്ട് ഒരു പ്രോത്സാഹന സമ്മാനം ഉണ്ട്. മഞ്ഞിനെ കുറിച്ച് നല്ലൊരു പാട്ട് പാടാം ഒലിക്ക് നമ്മളെ വക ഒരു പ്രോത്സാഹന സമ്മാനം ഒലിയ നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ടാണ്. നിങ്ങൾ പാടിക്കാണ്ട് വീഡിയോ എടുത്തുകാണ്ട് നമ്മൾ വാട്സപ്പ് നമ്പറിൽ അയച്ചു തരാം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ID അയച്ചു തരാം. അപ്പൊ നമ്മൾ ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സെലക്ട് ചെയ്തിട്ട് അയാളെ അഡ്രസ്സിക്ക് നമ്മൾ എന്താവും അടിപൊളി സാധനം അയക്കും. എന്ത് അടിപൊളി നമുക്ക് മനസ്സിന് തൃപ്തിപ്പെട്ടതും നിങ്ങൾക്ക് തൃപ്തിപ്പെടും എന്ന് വിശ്വസിക്കുന്നതുമായ സാധനീകരണം നമ്മൾ അയക്കുക. അപ്പൊ ഗായ്സ് ആണോ വണ്ടിന്റെ മുമ്പിലൊക്കെ കോട കണ്ടില്ല ഗായ്സ്? അപ്പൊ ആകെ മഞ്ഞ് കോടായി, ആകെ സീനായി ഇവിടെ. നേരത്തെ ഞാൻ അവിടെ ഒരു മല കാണിച്ചു. അപ്പൊ എല്ലാരും വീഡിയോ എടുത്തുകാണ്ട് ഇടി. അപ്പൊ നമുക്ക് നല്ലൊരു ഗിഫ്റ്റ്. ചിലപ്പം വണ്ടി ആകാം, ചിലപ്പോ ഹെൽമെറ്റ് ആകാം, ചിലപ്പോ ജാക്കറ്റ് ആകാം, ചിലപ്പോ ഷൂ ആവാം, പാന്റ് ആവാം, എന്താ ഗിംബൽ ആവാം, ചിലപ്പോ ഐഫോൺ ആവാം, ചിലപ്പോ ചെറിയൊരു നാരങ്ങ മുട്ടായി വരെ ആവാം. നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾ ചെയ്യേ, അതേ നമുക്ക് പറയാനുള്ളൂ. ബാക്കി നമുക്ക് ഗൈസ് അവിടെ നേരത്തെ ഞാനൊരു തേയിലത്തോട്ടം കാണിച്ചിരുന്നില്ല, അതൊന്നും ഇപ്പൊ കാണാൻ തന്നെ അല്ല ഗൈസ്. നിങ്ങൾ നോക്കിട്ട് നിങ്ങൾ പറയും ഞങ്ങൾ നമ്മളെ രക്ഷകാവായിക്ക് പോകാൻ അറിയില്ല, രക്ഷക കാണാനില്ല. രക്ഷക മടങ്ങി വരുമെന്ന് പറഞ്ഞാണ്ട് നേരത്തെ പത്രത്തിലൊരു കാത്തിരിക്കുന്നു സാധനം കൊടുക്കേണ്ടി വരും അല്ലേ. വൈഫിട്ടോ എനിക്കറിയില്ലേ? ഞാൻ വന്നു എനക്കെന്തായി മഞ്ഞിനെ പറ്റി പറയാല്ലേ? നല്ല മഞ്ഞ് കിടലം മഞ്ഞ് അലർജി ഇല്ലൊക്കെ ഒന്ന് കരുത, അതൊക്കെ പറയാനുള്ളത്. അല്ലെങ്കിൽ തുമ്മിട്ട് നിക്കൂല. ഞങ്ങൾക്ക് വേണമെങ്കിൽ ഗ്യാസ് ഒന്നും പാടെ സെറ്റപ്പില് എന്താണ് എല്ലാരും ചെയ്യണ മാതിരി ഹലോ നിങ്ങളുടെ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പറയാം. ഞങ്ങൾ എന്താ വെച്ചാല് എല്ലാം പാടെ മിക്സ് ചെയ്ത് പറയണെന്ന് വെച്ചാല് നമ്മളങ്ങനെയാണ്. അപ്പൊ നമ്മളത് അങ്ങനെ വന്നോട്ടെ വിചാരിച്ചിട്ടാണ്. ഏത് വരുന്നത് ഇങ്ങനെ വരും, നമ്മളെന്താണോ അതിന്റെ ഇതിൽ വന്നോട്ടെ. വരുന്നത് ഇങ്ങനെ വരും, ഇടുന്നത് ഇങ്ങനെ ഇടും. മറ്റേത് ഈ പറഞ്ഞ മാതിരി സെലക്റ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ഇടുന്നുള്ളൂ. ഏത് നമ്മളെ ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മള് യൂട്യൂബിൽ ഇടുന്നില്ല. നമ്മള് മറ്റേ കിടില സാധനങ്ങൾ മാത്രം. നായകൻ ആണ് തോന്നുന്നുണ്ട്. ഇത് എണ്ണ വെച്ച് നോക്കാം നമുക്ക് ആദ്യം. എന്താണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്? എന്ത് പറയാനുള്ളത്? പെട്രോൾ പമ്പ് കാണുമെങ്കിലും ഒന്ന് എണ്ണ അടിക്കുക, വേറെ ഒന്നും പറയാനില്ല. എന്നടാ ഒന്ന് കഴിഞ്ഞ ഒന്നൊന്ന് വരിക്ക് വരികയാണല്ലോ. അതെങ്ങനെ ചാടി? ഞങ്ങൾ 300 ഫുൾ ടേക്ക് ആക്കിയത് നാട്ടിൽ അത് മഞ്ചേരിന്ന് നെല്ലിപ്പറമ്പിന് മുമ്പത്തേതല്ലേ? നെല്ലിപ്പറമ്പ് ആ ഇത് പിന്നെ മറന്ന അങ്ങനെ പോകുന്നു. ഇതെണ്ണ ഉണ്ടായിന് ഇവിടെ എണ്ണ 100 രൂപ ഉണ്ടാവും. 100
കണക്കങ്ങോട്ട് ശരിയാവില്ലല്ലോ. കണക്കാണ് ശരിയാണില്ലല്ലോ. കണക്ക് ചോദിക്കാൻ നീ ആരാ ബില്ല് ചോദിക്കാൻ നീ ആരാ ബില്ലാതനം. രക്ഷകൻ ഈ സന്ദർഭത്തിൽ എന്താ പറയാനുള്ളേ? ഞാനില്ലായിരുന്നെങ്കിലോ. അതെ അതെ അതെ, അത് ഞാൻ അവിടെ പറഞ്ഞു. ദൈവമില്ലായിരുന്നെങ്കിലോ? ദൈവം ഉണ്ട്. റെഡി ആയിക്കണ്. ഉപ്പി നമ്മള് സേഫ് ആയിട്ട് നമ്മളെ ബാഗിൽ വെക്കണുണ്ട്. ഇനി എണ്ണ കഴിക്കാണെങ്കിലോ? അപ്പോൾ അടിക്കാൻ നോക്കണ്ടേ? ഞാൻ കൂടുതൽ ഇറങ്ങിണ്ടാവും. ബൈ. നിങ്ങളല്ലേ? ആ വരാതെ. ഓ കൈ പൊന്തിക്കാൻ വയ്ക്കില്ലൊക്കെ ഫോൺ പിടിക്കാനേ. ചെക്കന്മാരെ കൂടെ പോയി. ഞാനും എന്റെ സ്വന്തം ഭാര്യയും. തടിയിലൊന്നും കാണൂല, ഫുൾ കോട മൂടിയില്ലേ. അടുത്തേക്കൂടെ ട്രെയിൻ പോകണ്ട, നിങ്ങൾ കാണണ്ടോന്ന് അറിയില്ല. എത്ര കാണൂല, വീഴല്ലോട്ടാ. ഇപ്പൊ പോയെന്നിട്ടാണല്ലോ കാണണേ. എവിടെ കാണുന്നു? അവിടെ കൈസോടൊക്കെ ടണൽ ഉണ്ടെന്ന് പറയപ്പെടുന്നു. ഇത് നമ്മളിപ്പോ പോയി നമ്മളിപ്പോ വീഡിയോ എടുത്തേ, ബട്ട് ഇതിൽ മഞ്ഞ് മൂട്ടിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. നോക്കിയാലോ? നിങ്ങള് ആ പാറിന്റെ അടുത്ത് പോയപ്പോ അവിടെ വെള്ളം വീഴുന്നുണ്ടോ? ആ പാറമ്മ കൂടെ വെള്ളം വീഴുന്നുണ്ടോ? ചെറിയതായിട്ട്. പോലെ രക്ഷകൻ ചാടെന്ന് പറയാനോ, കഴിവ് തെളിയിക്കണം. അവരിപ്പോ കിൻഡർ ജോയ് വൈകുന്നേരം ചാടുള്ളത് പറയാന്. അതെന്തത് വന്ന വഴി മറന്നുപോയോ? വന്ന വഴി മറക്കരുത്, വന്ന വഴി മറക്കരുത് പറയാ. വന്ന വഴി മറന്നുപോയി. അവിടെ ഇരുന്നോ, എന്നിട്ട് ഇങ്ങോട്ട് സ്ലൈഡ് ആക്കിക്കളാം. എന്തേ എന്തിനാ ഓപ്പൺ ആക്കിയിട്ടറിയോ? ഈ ഓടകളൊക്കെ വള്ളായി വീഴാണ്. അപ്പൊ വള്ളായി ഇങ്ങനെ പേരും അഡ്രസ്സും പറഞ്ഞോടാ. അതെ മെസ്സി 10 കാടല്ല അടുത്ത് പോട്ടെ. ഈ മഞ്ഞൊക്കെ ഉണ്ടല്ലോ, ഇതിന് വലുപ്പം വട്ടം കണ്ടിട്ട് അല്ല ആയല്ലമാരുണ്ടല്ലേ. നിലമ്പൂര് അവിടെ ടെന്റ് അടിച്ച് കിടക്കുന്നുണ്ടോ? പറയാൻ പറ്റൂല, മൂടമായ അമ്മന്നെ കൊടുക്കാം. അപ്പൊ സ്പ്ലെൻഡറിന്റെ ഇതിലെങ്ങോട്ടോ പോണം, അത്യാവശ്യമായിട്ട് പോകണ്ടെന്ന് തോന്നുന്നുണ്ട്. അല്ലേ എന്തിനാ നിങ്ങള് മൂന്നാൾ ഇവിടെ നിക്കണത്? ഒന്നെങ്കിൽ പോവാ, ഗൂഗിളും ദാസും അല്ലാന്നുണ്ടെങ്കിൽ നിക്ക. അല്ല കട എല്ലായിടത്തും നിർത്തി തരും. എന്നാ പിന്നെ ഞാൻ എന്തെങ്കിലും തിന്നെങ്കിലും ചെയ്യാം. ഇത് എന്റെ ഐഡിയ ആണോ എന്റെ ഐഡിയ ആണോ? നിങ്ങളെ ഐഡിയ ആണ്. ഇവിടേക്ക് ഇവിടേക്ക് വന്നല്ലോ, ഊട്ടി കയറിയത്. അവിടെ പോയിരുന്നിട്ട് അങ്ങോട്ട് നോക്ക, ഡീപ് ബ്രെത്ത് എടുക്ക, അതേമാതിരി എക്സൈൽ ചെയ്ത് നോക്കിയാ. ഞാൻ വീട്ടിൽ നിന്ന് 4 മണി 4:00 പോന്നിക്കണേ. അതുപോലെ ഞാൻ ഡീപ് ബ്രെത്ത് എടുത്തതിന്റെ എനിക്കിപ്പോ ജലദോഷം കാണുന്നുണ്ട്.
വീഡിയോ ഉണ്ടല്ലേ, സിനിമന്റെ വീഡിയോ ഉണ്ടല്ലോ, പെണ്ണുങ്ങൾക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചോണ്ടിരിക്കണം. നമ്മളെ ആണുങ്ങളെ മാതിരിയല്ല, നമ്മള് ഒരു അരമണിക്കൂർ ഒന്നും ചിന്തിക്കാതെ ഇരിക്കും. നമ്മള് വന്ന വഴിയാണ് ഇപ്പൊ അത്. കോട നന്നായിട്ട് മൂടിയിരിക്കുന്നത്. കോട നന്നായിട്ട് അങ്ങനെ ഓവറായിട്ട് കാണുന്നില്ല നമുക്ക്. പക്ഷെ മിക്കവാറും ഇന്നത്തെ വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുന്നതല്ല. ഇന്ന് നമ്മൾ റൂം എടുക്കുന്നതുണ്ട്, പിന്നെ റൂമിൽ നമ്മൾ ക്യാമ്പ് ഫയർ ചെയ്യുന്നതുണ്ട്. ആൻഡ് പിന്നെ ഒന്നുമില്ല. പിന്നെ നാളെ കാലത്ത് നമുക്ക് ഓണാക്കാം. അടുത്ത വീഡിയോ നാളെ കാലത്ത് വന്ന് വരും എന്ന് പറഞ്ഞു നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യും. കോടയാണ്. ക്യാമറാമാൻ ഷർമിലാനോടൊപ്പം റിപ്പോർട്ടർ അസദ്.